First of all, I've lived my life, a very large part of it. It is occasionally frustrating and all that, but generally it's a satisfying life. നെഹ്റുവിന്റെ ചിതാഭസ്മത്തിന്റെ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ ജന്മനാടായ അലഹബാദിനടുത്ത് ഗംഗാനദി ഏറ്റുവാങ്ങി. മറ്റൊരു ഭാഗം വിമാനത്തിൽ നിന്ന് താഴേക്ക് വിതറി. രാജ്യത്തിന്റെ മണ്ണിൽ അലിഞ്ഞുചേരണമെന്ന നെഹ്റുവിന്റെ ആഗ്രഹമനുസരിച്ചായിരുന്നു ഇങ്ങനെ ചെയ്തത്. വൈകാരിക പ്രതികരണങ്ങൾക്കപ്പുറം ഇന്ത്യൻ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ശക്തി പരീക്ഷിച്ച സംഭവമായിരുന്നു ആ വിടവാങ്ങൽ. നേതാക്കൾ വരും പോകും, പക്ഷേ രാഷ്ട്രം നിലനിൽക്കണം. നെഹ്റു പോയ ശേഷം ഇന്ത്യ എന്ന രാഷ്ട്രം നിലനിന്നു. ആ കഥകളിലേക്ക്. നെഹ്റുവിന് ശേഷം രാജ്യത്തിന് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടായിരുന്നു. ഒരു അധികാര വടംവലി ഉണ്ടായാൽ മുൻകരുതൽ എന്ന നിലയ്ക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി വി വിശ്വനാഥ് കത്തെഴുതി. സൈനികരുടെ അവധി റദ്ദാക്കി തിരികെ വിളിപ്പിച്ചു. പക്ഷേ അധികാര കൈമാറ്റം സുഗമമായി നടന്നു. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളിലുള്ള തൻ്റെ വിശ്വാസം കൊണ്ടായിരിക്കണം തൻ്റെ പിൻഗാമിയെ നെഹ്റു പ്രഖ്യാപിക്കാതിരുന്നത്. നെഹ്റു അന്തരിച്ച് 2 മണിക്കൂറിന് ശേഷം ആഭ്യന്തരമന്ത്രി ഗുൽസാരിലാൽ നന്ദ താൽക്കാലിക പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. കോൺഗ്രസ് അധ്യക്ഷൻ കാമരാജനായിരുന്നു പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തേണ്ട ചുമതല. 2 പേരുകൾ പരിഗണിക്കപ്പെട്ടു. ഒന്ന് മൊറാർജി ദേശായി, കൂട്ടത്തിൽ സീനിയർ, മികച്ച ഭരണാധികാരി, പക്ഷേ കടുംപിടുത്തക്കാരൻ, പാർട്ടിയിൽ പലർക്കും ഇഷ്ടമല്ല. 2 ലാൽ ബഹദൂർ ശാസ്ത്രി, മിതഭാഷി, സൗമ്യൻ, എന്നാൽ ഭരണാധികാരിയായി ശോഭിക്കുമോ എന്ന് ഉറപ്പില്ല. കാമരാജിന്റെ പക്കൽ സമയം കുറവായിരുന്നു, 4 ദിവസം. അതിനുള്ളിൽ കാമരാജ് 200ഓളം MP-മാരെയും 12 മുഖ്യമന്ത്രിമാരെയും കണ്ട് സംസാരിച്ചു. നറുക്ക് ശാസ്ത്രിക്ക് വീണു. മൊറാർജി ഒരു മത്സരത്തിന് നിന്നില്ല. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ഉണ്ടായിരുന്ന പ്രധാന ഗുണം അദ്ദേഹം തീരെ അഴിമതിക്കാരനായിരുന്നില്ല എന്നുള്ളതാണ്. ഒട്ടും അഴിമതിയില്ലാത്ത, പണത്താലോ മറ്റ് സ്വാധീനങ്ങളാലോ ഒരിക്കലും അതിനൊന്നും വഴങ്ങാത്ത പ്രകൃതമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ. 1964 ജൂൺ 9 രാഷ്ട്രപതി S. രാധാകൃഷ്ണൻ ശാസ്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നെഹ്റു ക്യാബിനറ്റിൽ ശാസ്ത്രി വലിയ മാറ്റങ്ങൾ വരുത്തിയില്ല. സർക്കാരിലെ 2ാം സ്ഥാനം ചോദിച്ച് കിട്ടാതായപ്പോൾ മൊറാർജി പിണങ്ങി മന്ത്രിസഭയിൽ ചേർന്നില്ല. പണ്ഡിറ്റ്ജിയുടെ മകൾ ഇന്ദിരയെ അപ്രധാനമായ വാർത്താവിതരണ മന്ത്രിയാക്കി. വകുപ്പ് വലുതല്ലെങ്കിലും നെഹ്റുവിന്റെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ച് ഇന്ദിര ഒരു സുപ്രധാന തീരുമാനമെടുപ്പിച്ചു. നെഹ്റു താമസിച്ചിരുന്ന തീൻമൂർത്തി ഭവൻ പുതിയ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാക്കാൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ അത് നെഹ്റു മ്യൂസിയമായി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശക്തമാക്കിയതും CBI പ്രവർത്തനം തുടങ്ങിയതും ലാൽ ബഹദൂറിന്റെ കാലത്തായിരുന്നു. കാമരാജ് എന്ന പാർട്ടിയിലെ വമ്പൻ, മൊറാർജി ദേശായി എന്ന മുറിവേറ്റ എതിരാളി, ഇന്ദിരാഗാന്ധി എന്ന നെഹ്റുവിന്റെ മകൾ, ഇവരൊക്കെ തീർത്ത അരക്ഷിതാവസ്ഥക്കിടയിൽ നിന്നുകൊണ്ട് ശാസ്ത്രി ചുവന്ന കോട്ടയിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്ന 2ാമത്തെയാളായി. കാശ്മീർ पर हमला किया जा रहा है और मैं जानता हूं कि पाकिस्तान को उसको बढ़ाने का उसका पूरा इरादा है. പ്രശ്നം പക്ഷേ വരാനിരിക്കുന്ന റിപ്പബ്ലിക് ദിനമായിരുന്നു. 950-ലെ ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്ന ഒരു തീരുമാനമുണ്ട്. രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദി ആയിരിക്കും. ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര തയ്യാറെടുപ്പുകൾ എടുക്കുന്നതിനായി ഈ തീരുമാനത്തിൽ 15 വർഷത്തെ ഇളവ് അന്ന് അനുവദിച്ചിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായ ശേഷമുള്ള ആദ്യ റിപ്പബ്ലിക് ദിനത്തിൽ, അതായത് 1965 ജനുവരി 26-ന് ഈ തീരുമാനം നിലവിൽ വരണം. ആ ദിവസം അടുത്തപ്പോൾ രാജ്യമെമ്പാടും ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായി. പ്രത്യേകിച്ച് ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതേയില്ല. അണ്ണ എന്ന് വിളിക്കുന്ന CN അണ്ണാദുരയും പെരിയാർ എന്ന് വിളിപ്പേരുള്ള EV രാമസ്വാമിയും മുന്നണിയിൽ നിന്നു. രാജ്യത്ത് കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന നിലയ്ക്ക് ഹിന്ദി രാഷ്ട്രഭാഷ ആക്കണമെന്ന വാദക്കാരോട് അണ്ണാദുരൈ പറഞ്ഞു, എങ്കിൽ പിന്നെ ദേശീയ പക്ഷിയാക്കേണ്ടത് മയിലിനെയല്ല, എണ്ണത്തിൽ കൂടുതലുള്ള കാക്കയെയാണ്. 65-ലെ റിപ്പബ്ലിക് ദിനം DMK-യുടെ പ്രതിഷേധം ആളിക്കത്തി. 2 പേർ തമിഴ്നാട്ടിൽ ആത്മാഹുതി ചെയ്തു.
ഉടൽ മണ്ണിനും ഉയിർ തമിഴിനും കൊടുത്ത് ജീവത്യാഗങ്ങൾ തുടർന്നു. കലാപം കത്തിയെരിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ രാജിവെച്ചു. കോൺഗ്രസ് ഈ വിഷയത്തിൽ 2ആയി. മൊറാർജി തീവ്ര ഹിന്ദി നിലപാടെടുത്തു. ഒടുവിൽ ആകാശവാണി വഴി ലാൽ ബഹദൂർ ശാസ്ത്രി നടത്തിയ പ്രഖ്യാപനം ചരിത്രപ്രധാനമായി. ജനം ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇംഗ്ലീഷ് ഔദ്യോഗികമായി ഉപയോഗിക്കാം എന്ന നെഹ്റുവിൻ്റെ പ്രസ്താവന അദ്ദേഹം ആവർത്തിച്ചു. ഓരോ സംസ്ഥാനത്തിനും ഇഷ്ടമുള്ള ഭാഷ ഔദ്യോഗിക ഭാഷയാക്കാം. ജയ് ജവാൻ ജയ് കിസാൻ ഈ മുദ്രാവാക്യം രാജ്യത്തിന് സംഭാവന ചെയ്തത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. കാർഷിക ഉൽപ്പാദനത്തിനുള്ള ഒട്ടനവധി നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നു. പക്ഷെ ചരിത്രത്തിൽ മുഖ്യമായും അദ്ദേഹം അറിയപ്പെടുന്നത് 1965 ഇന്ത്യ പാക് യുദ്ധം നയിച്ച പ്രധാനമന്ത്രി എന്ന നിലയ്ക്കാണ്. ഭാഷ കണ്ടും ശരീരഭാഷ കണ്ടും ശാസ്ത്രി അളന്നവരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ തീരുമാനം. കശ്മീർ സിംഗം ഷെയ്ഖ് അബ്ദുള്ള ഇടഞ്ഞു നിൽക്കുന്ന കാലം. ഷെയ്ഖ് അബ്ദുള്ള മെക്കയിൽ പോയി വരുമ്പോഴേ ഇന്ത്യയുടെ ശത്രു ചൗവൻ ലായിയെ സന്ദർശിച്ചു. തിരിച്ചെത്തിയപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊടൈക്കനാലിൽ തടവിലാക്കി. കലുഷിതമായ കശ്മീരിൽ ഇടപെട്ട് രംഗം വഷളാക്കാമെന്ന് പാകിസ്ഥാൻ വിചാരിച്ചു. പ്രസിഡന്റ് അയൂബ് ഖാൻ ഇതിൽ ഒരവസരം കണ്ടു. അങ്ങനെ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ തുടങ്ങി. വിഘടനവാദികൾക്ക് പരിശീലനം കൊടുത്ത് കശ്മീരിൽ തീപടത്താനായിരുന്നു പദ്ധതി. 62 യുദ്ധത്തിൽ പരാജയം നേരിട്ട ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വവും ഒരു ഡീമോറലൈസ്ഡ് ആയിരുന്ന സമയത്താണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അമേരിക്കയിൽ നിന്നും മറ്റു ആയുധങ്ങൾ വാങ്ങുകയും അവരുടെ സൈനിക ശക്തി അങ്ങ് വർദ്ധിപ്പിക്കുകയും ഇപ്പോഴാണ് പറ്റിയ സമയം കാശ്മീർ പിടിച്ചടക്കാൻ എന്നുള്ള രീതിയിൽ ഒരു കാൽക്കുലേഷനിലാണ് വന്നത്. റാൻ ഓഫ് കച്ചിലായിരുന്നു ശക്തി പരീക്ഷണം. പാക് പട്ടാളം തള്ളിക്കയറിയപ്പോൾ ഇന്ത്യൻ മറുപടി ആദ്യം ദുർബലമായിരുന്നു. ഇതുകൂടിയായപ്പോൾ യുദ്ധത്തിന് ഇന്ത്യ തയ്യാറല്ലെന്ന് പാകിസ്ഥാൻ തെറ്റിദ്ധരിച്ചു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒപ്പമുണ്ടെന്നും അയൂബ് ഖാൻ കരുതി. 65 ആഗസ്റ്റ് മുതൽ നുഴഞ്ഞുകയറ്റം തുടങ്ങി. കശ്മീരിൽ പാക് അനുകൂല വികാരമുണ്ടാക്കാനായിരുന്നു ശ്രമം. എന്നാൽ കലാപം നടന്നില്ല. നുഴഞ്ഞുകയറ്റക്കാർ പലരും പിടിയിലായി. നാട്ടുകാരാണ് പലരെയും പിടികൂടി സൈന്യത്തെ ഏൽപ്പിച്ചത്. നുഴഞ്ഞുകയറ്റത്തിന് ജനപിന്തുണയില്ലെന്ന് കണ്ടതോടെ ഓപ്പറേഷൻ ഗ്രാൻഡ് സ്ലാം തുടങ്ങി. പാക് പട്ടാളം നേരിട്ടിറങ്ങി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ശക്തി പരീക്ഷിച്ച സന്ദർഭമായിരുന്നു അത്. വിദേശ രാജ്യങ്ങളൊന്നും ഇന്ത്യക്കൊപ്പമില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. രാജ്യാന്തര ആർബിട്രേഷനിലൂടെ പ്രശ്നം പരിഹരിക്കാനാണ് ബ്രിട്ടൻ നിർദ്ദേശിച്ചത്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഇന്ത്യയോട് സഹതാപം കാട്ടിയില്ല. ഈ ഘടകങ്ങളെല്ലാം ഒരു നിർണായക തീരുമാനമെടുക്കുന്നതിലേക്ക് ശാസ്ത്രിയെ നയിച്ചു. 1965 സെപ്റ്റംബർ 3 വെടിനിർത്തൽ രേഖ കടന്ന് തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി ശാസ്ത്രി സൈന്യത്തിന് ഉത്തരവ് നൽകി. സെപ്റ്റംബർ 6 ആക്രമണം തുടങ്ങി. കാർഗിൽ, ഉറി, ഹാജിഫർ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ പട്ടാളമെത്തി. ചമ്പു മേഖലയിൽ പാകിസ്ഥാൻ തിരിച്ചടിച്ചു. കശ്മീരിലേക്കുള്ള ഒരേയൊരു പാതയായിരുന്നു ലക്ഷ്യം. പാകിസ്ഥാന്റെ 470 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയും പാക് അധിനിവേശ കശ്മീരിന്റെ 210 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയും പിടിച്ചടക്കി. രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് സർക്കാരിനും സൈന്യത്തിനും പിന്തുണ നൽകി. ഈ 62 യുദ്ധത്തിൽ നിന്ന് നമ്മളും പല പാഠങ്ങളും പഠിച്ചിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അതോടുകൂടി ഉണ്ടായി തുടങ്ങി. അപ്പോൾ അന്നത്തെ ചീഫായിരുന്ന ജയൻ ചൗധരി അല്ലെങ്കിൽ അർജൻ സിംഗ് ഇവർ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ആ രാഷ്ട്രീയപരമായിട്ടുള്ള കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജഡ്ജ്മെൻറ്റിനെ ഇവർ റെസ്പെക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ സൈനികപരമായിട്ടുള്ള കാര്യങ്ങളിലെ ആ സൈനിക ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ ലാൽ ബഹദൂർ ശാസ്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വവും തയ്യാറായി എന്നുള്ളതാണ്. ഇന്ത്യ ലാഹോറും സിയാൽക്കോട്ടും ലക്ഷ്യമിട്ടതോടെ പാകിസ്ഥാന് പട്ടാളത്തെ പുനഃക്രമീകരിക്കേണ്ടി വന്നു. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ടാങ്ക് യുദ്ധമായിരുന്നു അത്. കരിമ്പുപാടങ്ങളിലും തരിശുനിലങ്ങളിലും പട്ടാളക്കാർ ഏറ്റുമുട്ടി. ഒപ്പം വ്യോമാക്രമണവും കനത്തു. യുദ്ധം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും വെസ്റ്റേൺ സെക്ടറിൽ, അതായത് വെസ്റ്റ് പാകിസ്ഥാൻ, അവിടെ നമുക്ക് ചെറിയൊരു ക്ഷീണം നേരിടും എന്ന് കണ്ടപ്പോൾ
അന്നത്തെ ചീഫായിരുന്നു, എയർ ചീഫായിരുന്നു അർജൻ സിംഗ്. ഇന്ന് അദ്ദേഹം മാർഷൽ ഓഫ് ദി എയർഫോഴ്സാണ്. അദ്ദേഹമായിരുന്നു അന്നത്തെ ചീഫ്. അപ്പോൾ അദ്ദേഹം അന്ന് ഈസ്റ്റ് പാകിസ്ഥാൻ ബോംബ് ചെയ്യാം എന്ന്, ഈസ്റ്റ് പാകിസ്ഥാനിലെ മിലിറ്ററി ഇൻസ്റ്റാളേഷൻസ് ബോംബ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പെട്ടെന്ന് അവിടേക്ക് ശ്രദ്ധ തിരിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വെസ്റ്റിൽ വീണ്ടും നമുക്ക് നേട്ടം ഉണ്ടാക്കാം എന്ന് കരുതി അതിനായിട്ട് ബോംബിങ്ങിന് വേണ്ട ഓർഡർ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത് ശാസ്ത്രി അറിഞ്ഞു, പ്രധാനമന്ത്രി അത് അറിഞ്ഞിട്ട് പറഞ്ഞു നിർത്തിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈസ്റ്റ് പാകിസ്ഥാനിൽ ബോംബ് ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രി പറഞ്ഞു. സൈനികമായിട്ട് അത് അത്ര നല്ലൊരു തീരുമാനമായിരുന്നില്ല, എങ്കിൽ തന്നെ രാഷ്ട്രീയപരമായിട്ട് അത് നല്ല തീരുമാനമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം വിപുലീകരിപ്പിച്ചില്ല. അപ്പോൾ ആ രാഷ്ട്രീയ ജഡ്ജ്മെൻറ്റിനെ അന്നത്തെ സൈനിക നേതൃത്വം റെസ്പെക്റ്റ് ചെയ്തു. അദ്ദേഹം അത് പറഞ്ഞതനുസരിച്ച് നിർത്തിവെച്ചു. അപ്പോൾ നമ്മൾ മറ്റൊന്ന് ഓർക്കേണ്ട, ഏതാണ്ട് അതേ സമയത്ത് അമേരിക്കയിൽ മറ്റേ കൊറിയൻ വാറിൽ ട്രൂമാനും മക്കാർത്തർ അവിടുത്തെ പ്രസിഡൻറ്റും ജനറലും തമ്മിൽ ഇതേ ഒരു അടി നടക്കുകയാണ്, ഒരു ടഗ് ഓഫ് വാർ നടക്കുകയാണ്. പക്ഷേ അതിനേക്കാൾ മെച്യൂറായിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വവും ഇന്ത്യൻ സൈനിക നേതൃത്വവും പെരുമാറിയെന്നുള്ളത്. നമ്മുടെ സേന ലാഹോർ പിടിച്ചോ എന്നായിരുന്നു അക്കാലത്തെ ഇന്ത്യയിലെ ചോദ്യം. പാകിസ്ഥാൻ അക്കാലത്ത് അവരുടെ നാട്ടുകാരോട് പറഞ്ഞു, യുദ്ധാവസാനം ലാഹോർ ജിംഖാനയിലിരുന്ന് മദ്യപിക്കുകയാണ് തൻ്റെ ആഗ്രഹമെന്ന് ഇന്ത്യൻ കരസേനാ മേധാവി PN ചൗധരി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. വാസ്തവത്തിൽ ഇന്ത്യക്ക് ലാഹോർ പിടിക്കുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. അമേരിക്ക ഇന്ത്യക്കും പാകിസ്ഥാനുമുള്ള സഹായങ്ങൾ നിർത്തിവെച്ചു. ഏഷ്യയിലെ സമാധാനത്തിന് ഇന്ത്യയാണ് തടസ്സമെന്ന് ചൈന പറഞ്ഞു. സോവിയറ്റ് യൂണിയനാണ് അല്പമെങ്കിലും സഹായം ഇന്ത്യയോട് കാട്ടിയത്. പാകിസ്ഥാനെ സഹായിക്കരുതെന്ന് അവർ ചൈനയോട് പറഞ്ഞു. UN ഇടപെടലിനെ തുടർന്ന് സെപ്റ്റംബർ 23 യുദ്ധം നിർത്തി. രണ്ടു കൂട്ടർക്കും വിജയത്തെ സംബന്ധിച്ച് അവകാശവാദങ്ങളുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങൾക്കും 3000-ലധികം പട്ടാളക്കാരെ നഷ്ടമായി. പാകിസ്ഥാന്റെ 250-ഉം ഇന്ത്യയുടെ 300-ഉം ടാങ്കുകൾ തകർന്നു. രണ്ടു കൂട്ടരുടെയും 50 വീതം യുദ്ധവിമാനങ്ങളും നശിച്ചു. ചെറിയ രാജ്യമായതിനാൽ സൈനികവും സാമ്പത്തികവുമായ ആഘാതം കൂടുതൽ അനുഭവിച്ചത് പാകിസ്ഥാനായിരുന്നു. നുഴഞ്ഞുകയറ്റം നിർത്താനായതും കശ്മീരികളുടെ പിന്തുണ പാകിസ്ഥാന് കിട്ടാത്തതും ഇന്ത്യക്ക് ആശ്വാസമായി. പാക് ശ്രമങ്ങളുണ്ടായിട്ടും രാജ്യത്ത് യുദ്ധകാലത്ത് വർഗീയ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായില്ല. പ്രധാനമന്ത്രി ശാസ്ത്രിയും പ്രതിരോധ മന്ത്രി YB ചവാനും നാട്ടിൽ ഹീറോകളായി. ചൈന യുദ്ധത്തിൻ്റെ പരാജയത്തിൻ്റെ നാണക്കേട് ഒരു പരിധിവരെ രാജ്യത്തിന് മാറ്റാൻ കഴിഞ്ഞത് ഈ യുദ്ധത്തിലൂടെയാണ്. ആ ആത്മവിശ്വാസവുമായാണ് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കണ്ടിലേക്ക് പുറപ്പെട്ടത്. താഷ്കണ്ടിലേക്ക് പോകും മുമ്പ് ധനമന്ത്രി TT കൃഷ്ണമാചാരിയോട് രാജിവെക്കാൻ ശാസ്ത്രി ആവശ്യപ്പെട്ടു. ഇന്ദിരയും TTKയും ചേർന്ന് ഐക്യമുന്നണിക്ക് ശ്രമിക്കുന്നു എന്നായിരുന്നു ശാസ്ത്രി വിചാരിച്ചത്. അടുത്ത ഊഴം തന്റേതായിരിക്കും എന്നു കരുതി ഇന്ദിര ലണ്ടനിൽ സ്ഥിരതാമസമാക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 1966 ജനുവരിയിൽ സോവിയറ്റ് യൂണിയനിലെ താഷ്കന്റ് സമ്മേളനത്തിനൊരുങ്ങി. സോവിയറ്റ് പ്രധാനമന്ത്രി അലക്സി കോസിജിനായിരുന്നു മധ്യസ്ഥൻ. കശ്മീർ, യുദ്ധമില്ലാ കരാർ എന്നീ വിഷയങ്ങളിൽ തട്ടി ചർച്ച മുടന്തി നീങ്ങി. സമ്മേളനം പരാജയമാകുമെന്ന് ഒരു ഘട്ടത്തിൽ തോന്നിച്ചു. പക്ഷേ സോവിയറ്റ് യൂണിയൻ വലിയ ഇടപെടൽ നടത്തി. ഇന്ത്യക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. പിടിച്ചെടുത്ത ഹാജിഫിർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. ജനുവരി 10 പാക് പ്രസിഡന്റ് ജനറൽ അയൂബ് ഖാനുമായി ശാസ്ത്രി കരാർ ഒപ്പിട്ടു. പാകിസ്ഥാനിലെ പല ഭാഗങ്ങളും നമ്മുടെ ലാഹോർ വരെ പോയതല്ലേ, സ്ഥലങ്ങളുടെ കയ്യിലായിരുന്നു. അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതിന് തിരിച്ച് കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഒത്തുമില്ല. കാശ്മീർ പ്രശ്നം പരിഹരിക്കാമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതൊരു നല്ല കാര്യമായിരുന്നു. പക്ഷേ അത് സോവിയറ്റ് യൂണിയൻ്റെ ആദ്യത്തെ എൻട്രിയാണ് ഇന്ത്യയിലേക്കും സൗത്ത് ഏഷ്യയിലേക്കും. പ്രതികൂലമായ വ്യവസ്ഥകൾ ഇന്ത്യയിൽ തിരിച്ചടിയുണ്ടാക്കുമെന്ന് ശാസ്ത്രിക്ക് അറിയാമായിരുന്നു. രാത്രി വീട്ടിലേക്ക് വിളിച്ച പ്രധാനമന്ത്രിക്ക് കുടുംബാംഗങ്ങളിൽ നിന്നുപോലും നല്ല പ്രതികരണം കേൾക്കാൻ കഴിഞ്ഞില്ല. വിദേശയാത്രകൾ പോകുമ്പോൾ താമസ സ്ഥലത്ത് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചിരുന്നയാളായിരുന്നു ശാസ്ത്രി. 56-ൽ തീവണ്ടി അപകടത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചപ്പോഴും കാമരാജ് പ്ലാനിനെ തുടർന്ന് മന്ത്രിസഭ വിട്ടിറങ്ങിയപ്പോഴും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായി അദ്ദേഹം ബുദ്ധിമുട്ടിയിരുന്നു. ഗാന്ധി ജയന്തി ദിവസമായ ഒക്ടോബർ 2 തന്നെയായിരുന്നു ഈ ഗാന്ധിയൻ്റെയും ജന്മദിനം. ശാസ്ത്രിയുടെ പ്രധാനമന്ത്രി പദത്തിന് 19 മാസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. താഷ്കണ്ടിൽ നിന്ന് ഒരു ദുരന്ത വാർത്ത ഇന്ത്യക്കാരെ കാത്തിരിപ്പുണ്ടായിരുന്നു. താഷ്കന്റ് കരാർ ഒപ്പിട്ട അന്ന് രാത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഭൂമിയിലെ കരാർ അവസാനിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിക്ക് പ്രധാനമന്ത്രി നിര്യാതനായി. ഹൃദയാഘാതമായിരുന്നു കാരണം. ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർമാരുടെ സംഘത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
കാരണം അദ്ദേഹത്തിന് അതിലൊരു വലിയൊരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് ഉണ്ടായിരുന്നു. ചെയ്യരുതാത്തത് ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം. എങ്ങനെ ഇന്ത്യൻ ജനതയെ അഭിമുഖീകരിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മൃതദേഹം താഷ്കണ്ടിൽ നിന്ന് ഡൽഹിയിലെത്തിച്ചു. ലളിത ജീവിതം കൊണ്ടും ത്യാഗസന്നദ്ധത കൊണ്ടും രാജ്യത്തെ അതിശയിപ്പിച്ച ശാസ്ത്രി അങ്ങനെ ഓർമ്മയായി. ഒരു സമാധാനത്തിൻ്റെ ആളായിരുന്നു, നല്ല നയതന്ത്രജ്ഞനായിരുന്നു. അതൊക്കെ വലിയ കാര്യമല്ലേ. അഴിമതിയെ പറ്റിയിട്ട് ഒട്ടും ആലോചിക്കാത്ത ആളായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഒട്ടും അനുവദിക്കാത്ത ആളായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. വിദേശത്ത് വെച്ചു നടന്ന ഈ മരണം ചില സംശയങ്ങൾക്കും ഇടയാക്കിയിരുന്നു. മരണത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് ഭാര്യ ലളിതാ ശാസ്ത്രി ആവശ്യപ്പെട്ടു. മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്താത്തത് ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് ഇട നൽകി. സോവിയറ്റ് അനുകൂലിയായ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള ഇടപെടലാണ് മരണത്തിന് പിന്നിൽ എന്നുവരെ കഥകൾ പ്രചരിച്ചു. പക്ഷേ മുമ്പ് 2 തവണ ഹൃദയാഘാതമുണ്ടായിട്ടുള്ള ശാസ്ത്രിയുടെ ആരോഗ്യനില അറിയാമായിരുന്നവരൊന്നും അതിന് ചെവി കൊടുത്തില്ല. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും സമാധികൾക്കരികെ വിജയ് സ്ഥലിൽ ശാസ്ത്രിയെ സംസ്കരിച്ചു. സമ്പാദ്യമായി കുടുംബത്തിന് ഒന്നും ബാക്കി വയ്ക്കാതെയാണ് ശാസ്ത്രി വിടവാങ്ങിയത്. പ്രധാനമന്ത്രി മരിച്ചാൽ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള നിയമം രാജ്യത്തുണ്ടായത് തന്നെ ശാസ്ത്രിയുടെ കുടുംബത്തെ കരുതിയാണ്. കാമരാജായിരുന്നു അതിന് മുൻകൈയെടുത്തത്. ശാസ്ത്രിയുടെ മരണത്തോടെ പ്രതിസന്ധി ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, രാജ്യത്തൊട്ടാകെയാണ്. നെഹ്റു മരിച്ചിട്ട് 20 മാസം കൂടി തികഞ്ഞിട്ടില്ല. രാജ്യം അധികാര കൈമാറ്റത്തിൻ്റെ വഴിയിലൂടെ വീണ്ടും നടന്നു. ഗുൽസാരിലാൽ നന്ദ ഒരിക്കൽ കൂടി താൽക്കാലിക പ്രധാനമന്ത്രിയായി. പ്രധാനമന്ത്രിയാകാൻ മൊറാർജി ദേശായി വീണ്ടും രംഗത്ത് വന്നു. മൊറാർജിയെ പ്രധാനമന്ത്രിയാക്കാതിരിക്കാൻ കാമരാജിന്റെ സംഘവും പണി തുടങ്ങി. ആ സംഘത്തിന് സിൻഡിക്കറ്റ് എന്നായിരുന്നു പേര്. ഇംഗ്ലീഷും ഹിന്ദിയും നന്നായി വഴങ്ങുമായിരുന്നെങ്കിൽ ചിലപ്പോൾ കാമരാജ് തന്നെ പ്രധാനമന്ത്രിയാകുമായിരുന്നു. കാമരാജ് പ്രത്യേക വിമാനത്തിൽ പരിഭാഷകൻ ആർ വെങ്കിട്ടരാമനൊപ്പം ഡൽഹിയിലെത്തി. മൊറാർജിയെ തോൽപ്പിക്കാനാകുന്ന ഒരാളെ കണ്ടെത്തണം. അത് തങ്ങൾക്ക് ഭീഷണിയുണ്ടാക്കാത്ത ആളുമായിരിക്കണം. ആ അന്വേഷണം ചെന്നെത്തിയത് ഇന്ദിരയിലാണ്. നെഹ്റു പുത്രി എന്ന നിലയിൽ രാജ്യത്തിന് സുപരിചിത കുലീന രാജ്യത്തിന് പുറത്തും ശോഭിക്കാനാകും. ആകെയുള്ള 14 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ 12 പേരും ഇന്ദിരയ്ക്കൊപ്പമെന്ന് കാമരാജ് ഉറപ്പാക്കി. പക്ഷേ മൊറാർജി ഇത്തവണ മത്സരിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു. അങ്ങനെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്നു. ജനുവരി 19, 1966. വോട്ടെണ്ണിയപ്പോൾ ഇന്ദിരയ്ക്ക് 385, മൊറാർജി ദേശായിക്ക് 169. 49 വയസ്സുകാരി ഇന്ദിരാഗാന്ധി സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. Do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established. ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യത്തെ നയിക്കാൻ അവസരം കിട്ടുന്ന രണ്ടാമത്തെ വനിത എന്ന പദവിയും ഇതോടെ ഇന്ദിരാഗാന്ധിക്ക് സ്വന്തമായി. ശ്രീലങ്കയുടെ സിരിമാവ് ബന്ദാര നായികയാണ് ഇക്കാര്യത്തിൽ ഇന്ദിരയുടെ മുൻഗാമി. രാജ്യത്തെ ധാരാളം പ്രശ്നങ്ങൾ ഇന്ദിരയെ അപ്പോഴേക്കും കാത്തിരിപ്പുണ്ടായിരുന്നു. ഭരണമേറ്റ് അധികം വൈകാതെ ഇന്ദിര അമേരിക്ക സന്ദർശിച്ചു. PL 480 പ്രകാരം 1.5 കോടി ടൺ ഗോതമ്പ് നൽകാൻ അമേരിക്ക സമ്മതിച്ചു. $900 മില്യൺ. പക്ഷേ അക്കാലത്ത് ഇന്ത്യയുടെ വിദേശ നാണയ നിക്ഷേപം കുറഞ്ഞു. ഇന്ദിര കടുത്ത തീരുമാനം പ്രഖ്യാപിച്ചു. രൂപയുടെ മൂല്യം കുറച്ചു. കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി എത്ര വഷളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തിക സ്ഥിതി വഷളായപ്പോൾ നമ്മൾ സഹായം തേടുന്ന എപ്പോഴും വേൾഡ് ബാങ്കിനോടും IMFനോടുമാണല്ലോ. അപ്പോൾ ആ സഹായം തേടിയപ്പോൾ അവർ രൂപയുടെ മൂല്യം കുറയ്ക്കാതെ സഹായം നൽകുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് ചെയ്യേണ്ടി വന്നു. അന്ന് $4.76 ഡോളറിന്റെ വിനിമയ നിരക്ക്. അത് മൂല്യം കുറച്ചതോടെ $7.50 ഈ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമായി. പാർട്ടി പ്രസിഡന്റായ താൻ പോലും അറിഞ്ഞില്ലെന്ന് കാമരാജ് പറഞ്ഞു. മൂല്യം കുറച്ചതുവഴി ലക്ഷ്യമിട്ട കയറ്റുമതി വർധനയും വിദേശ നിക്ഷേപവും നടന്നതുമില്ല. പാർലമെന്റിൽ അതുവരെ ഇല്ലാത്ത തരം ബഹളമുണ്ടായി. രാം മനോഹർ ലോഹ്യ ഇന്ദിരയെ ഗുങ്കി ഗുഡി എന്ന് വിളിച്ച് കളിയാക്കി. ഗുങ്കി ഗുഡിയ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വയ്യാത്തൊരു പാവ എന്നർത്ഥമാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി അങ്ങനെ അധികം സംസാരിച്ചിരുന്നില്ല. ഒരു പ്രധാനമന്ത്രി ആയതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് സംസാരിക്കാൻ അങ്ങനെ വാചാലമായിട്ട് സംസാരിക്കാനുള്ളൊരു ഒരു എക്സ്പീരിയൻസ് അവർക്കില്ലായിരുന്നു എന്ന് പൊതുവെ ഒരു ധാരണയുണ്ടായിരുന്നു. പാർട്ടി കാമരാജിന്റെ കയ്യിലാണ്. ഇന്ദിരയ്ക്ക് പാർട്ടിയുടെ പിന്തുണയെപ്പറ്റി പരാതികളുണ്ടായിരുന്നു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. 67 തെരഞ്ഞെടുപ്പ് ഇന്ദിരാഗാന്ധിക്ക് നിർണായകമായിരുന്നു. തോറ്റാൽ ഒരുപക്ഷെ രാഷ്ട്രീയ ജീവിതം തന്നെ വഴിമാറിപ്പോയേനെ.
പഴയ ആത്മവിശ്വാസത്തോടെയല്ല കോൺഗ്രസ് 4-ാം അംഗത്തിന് ഇറങ്ങിയത്. 64-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPM എന്ന പുതിയ പാർട്ടി പിറവിയെടുത്തിരുന്നു. പലതുകൊണ്ടും ശ്രദ്ധേയമായിരുന്നു 67-ലെ തെരഞ്ഞെടുപ്പ്. മുമ്പത്തെ കോൺഗ്രസ് പാർട്ടിയായിരുന്നില്ല അത്. ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തല്ലും വിമതശല്യവും രൂക്ഷം. ഗ്വാളിയറിലെ വിജയരാജ സിന്ധ്യയും മകൻ മാധവറാവു സിന്ധ്യയും ഉൾപ്പെടെയുള്ളവർ വിമതരായി. ഇത്തവണ 518 മണ്ഡലങ്ങളുണ്ടായിരുന്നു. 22 കോടിയിലധികം വോട്ടർമാർ. 61% പേർ പോളിംഗ് ബൂത്തിലെത്തി. കൂടിയ പോളിംഗിന്റെ ക്രെഡിറ്റ് കേരളത്തിൽ നിന്ന് ലക്ഷദ്വീപ് തട്ടിയെടുത്തു. 82%. കുറഞ്ഞത് ഒറീസ 44%. ഫലം വന്നപ്പോൾ കോൺഗ്രസിന്റെ ഭൂരിപക്ഷം വല്ലാതെ ഇടിഞ്ഞു. 303 സീറ്റ്. 3-ാം ലോക്സഭയേക്കാൾ 91 സീറ്റ് കുറവ്. സ്വതന്ത്ര പാർട്ടി 45, ജനസംഘം 32, DMK 26, CPI 24, സോഷ്യലിസ്റ്റ് പാർട്ടി 23, CPM 19, PSP 12. ചില സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഒന്നിച്ച് കോൺഗ്രസ് വിരുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി. വിമത കോൺഗ്രസുകാരും ഇതിനൊപ്പം ചേർന്നു. 10 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതര സർക്കാരുകൾ വന്നു. അതിന് പേര് പറഞ്ഞിട്ടുള്ള സംയുക്ത വിധായക് ദൾ SVD ഗവൺമെൻറ്റ്സാണ്. അപ്പോൾ UPയിലും അതുമാതിരി വേറെ ചില ഭാഗങ്ങളിലൊക്കെ സർക്കാർ രൂപീകരിച്ചു. അത് രൂപീകരിച്ചത് ജനസംഘം പ്ലസ് സംഘടനാ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പാർട്ടികളുടെ കൂട്ടായ്മയായിരുന്നു. 67-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 19 സീറ്റുണ്ടായിരുന്നു. CPM നേതൃത്വം നൽകിയ സപ്തമുന്നണിയും കോൺഗ്രസും തമ്മിലായി മത്സരം. കോൺഗ്രസിന് കിട്ടിയത് ഒരൊറ്റ സീറ്റ്. പനമ്പിള്ളി ഗോവിന്ദമേനോന്റെ ജയമാണ് കോൺഗ്രസിനെ പൂജ്യരാകാതെ കാത്തത്. കേരളത്തിലെ നില ഇങ്ങനെ: CPM 9, CPI 3, സോഷ്യലിസ്റ്റ് പാർട്ടി 3, മുസ്ലിം ലീഗ് 2, RSP 1, കോൺഗ്രസ് 1. AKG തുടർച്ചയായ 4-ാം വട്ടം ജയിച്ച് ഡൽഹിക്ക് വണ്ടി കയറിയപ്പോൾ ഭാര്യ സുശീല ഗോപാലനും അമ്പലപ്പുഴ MP-ആയി കൂടെയുണ്ടായിരുന്നു. 967-ന് പിന്നെയും പ്രത്യേകതകളുണ്ട്. ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലുള്ള നക്സൽ ബാരിയിൽ കലാപം നടന്നത് അക്കൊല്ലമാണ്. കേരളത്തിൽ EMS വീണ്ടും അധികാരത്തിൽ വന്നത് ലോക്സഭയ്ക്കൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസു ഉപമുഖ്യമന്ത്രിയായി CPM ബംഗ്ലാ കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വന്നതും അക്കൊല്ലമാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടതും 67-ലാണ്. DMK-യുടെ അണ്ണാദുരൈ മുഖ്യമന്ത്രിയായി. കാമരാജ് 28-കാരനായ P. ശ്രീനിവാസനോട് തോറ്റു. തിരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പാണ് MGR-നെ നടൻ MR രാധ വെടിവെച്ചത്. അതും പ്രചാരണത്തിന് ആയുധമായി. അന്നു തൊട്ട കോൺഗ്രസ് പിന്നെ ഇന്നുവരെ തമിഴ്നാട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഒടുക്കത്തിൻ്റെ തുടക്കമായി 67-ലെ തിരഞ്ഞെടുപ്പിനെ കണ്ടവരുണ്ട്. യഥാർത്ഥത്തിൽ അന്നത്തെ രൂപത്തിലുള്ള കോൺഗ്രസിൻ്റെ ഒടുക്കത്തെ തെരഞ്ഞെടുപ്പായിരുന്നു 67. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ശൈലിയും സംസ്കാരവും 67 കഴിഞ്ഞപ്പോൾ മറ്റൊന്നായിരുന്നു. കോൺഗ്രസിനുള്ളിലെ ശാക്തിക ചേരികളിൽ വലിയ മാറ്റങ്ങളുണ്ടായി. തിരഞ്ഞെടുപ്പ് ഫലം സിൻഡിക്കറ്റിന് തിരിച്ചടിയായി. അവരുടെ അനുയായികളിൽ പലരും തോറ്റു. ഇത് ഇന്ദിരയ്ക്ക് ഗുണം ചെയ്തു. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഹൈക്കമാൻഡിന് പങ്കില്ലാതായി. പാർട്ടിയുടെ ഒരേയൊരു അഖിലേന്ത്യാ നേതാവായി ഇന്ദിര മാറി. പാർലമെന്ററി പാർട്ടിയിലും ശക്തയായി. നെഹ്റുവിന്റെ കാലത്തെ രാഷ്ട്രീയ മര്യാദകളും ഇല്ലാതാകാൻ തുടങ്ങി. ഇന്ദിര വന്ന ഉടനെ തുടങ്ങി ഓരോ പാർട്ടിക്ക് കാശുണ്ടാക്കണം. എങ്ങനെ കാശുണ്ടാക്കണം? ബിസിനസ്സുകാർക്കും മനസ്സിലായി എങ്ങനെ കാശ് കൊടുക്കാം. ബോംബെ കാശ് കൊടുത്താൽ നമ്മുടെ കാര്യം നടക്കും. ദർ വാസ് എ ലോബി ഹിയർ, പബ്ലിക് റിലേഷൻസ് ലോബി. എന്ത് കാര്യം നടക്കണമെങ്കിലും ഇവന് കാശ് കൊടുക്കുക. ഇന്ദിര 67 ദേ എലക്റ്റഡ് ഹിം ഇൻ ഗുഡ് ഫെയ്ത്ത്. പക്ഷെ അവൾക്ക് ഇതായിരുന്നു, അവളുടെ ചുറ്റുവട്ടം ഒരു സർക്കിൾ വന്നു. മൊറാർജി ഉപപ്രധാനമന്ത്രിയാകാൻ വാശി പിടിച്ചപ്പോൾ ഇന്ദിര സമ്മതിച്ചു. ധനകാര്യവും നൽകി. ധനമന്ത്രി മൊറാർജിക്കും മകൻ കാന്തി ദേശായിക്കുമെതിരെ പാർട്ടിയിലെ യുവതുർക്കി ചന്ദ്രശേഖർ സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ ഇന്ദിര വിലക്കിയില്ല. മറുപക്ഷവും ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയായിരുന്നു. കാമരാജും SK പാട്ടീലും ഉപതെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിലെത്തി. അവർ പഴയ ശത്രു മൊറാർജിയുമായി ഇന്ദിരയ്ക്കെതിരെ ഒന്നുചേർന്നു. പാർട്ടി തീരുമാനങ്ങൾ സർക്കാർ നടപ്പാക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടു. കാമരാജ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞെങ്കിലും സിൻഡിക്കറ്റ് അംഗം നിജലിംഗപ്പയെ ആ സ്ഥാനത്ത് കൊണ്ടുവന്നു. ഇന്ദിര അനുകൂലികളെ പ്രവർത്തക സമിതിയിൽ എത്തിച്ചില്ല. 67-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ദിര പഴയ ഇന്ദിരയല്ലെന്ന് കാമരാജിന്റെ നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റ് വിഭാഗം വ്യക്തമായി തിരിച്ചറിഞ്ഞു. തന്നെ കാമരാജ് പ്രധാനമന്ത്രിയാക്കാൻ